ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള PSC ഡെയിലി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ നദികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഉത്തരങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലമാട്ടി ഡാം ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൃഷ്ണ. കൃഷ്ണ നദിയിലാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അലമാട്ടി ഡാമിന് വേറൊരു പേര് കൂടിയുണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നാണ് അലമാട്ടി ഡാം എന്ന് അറിയപ്പെടുന്നത്. ഇത് നോർത്തേൺ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? നമ്മുടെ ഓപ്ഷനുകളിൽ നിന്നും കിട്ടുന്നത് ലോഹിത് എന്നാണ്. ലോഹിത് ഗംഗാ നദിയുടെ പോഷക നദിയല്ല, അത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. അത് ഇന്ത്യയിലൂടെയും ചൈനയിലൂടെയും ഒഴുകുന്നുണ്ട് ലോഹിത്. സോ ഗംഗാ നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? നമ്മുടെ ഓപ്ഷൻ പ്രകാരം ലോഹിത്താണ്. സോ ഗംഗാ നദിയുടെ പോഷക നദികളെല്ലാം നന്നായി പഠിക്കുക. അടുത്ത ചോദ്യം, മഹാനദിയുടെ ഉദ്ഭവസ്ഥാനം ഏത്? മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? മൈക്കല മലനിരകൾ എന്നതാണ് ഉത്തരം. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം മൈക്കല മലനിരകൾ. മൈക്കല മലനിരകൾ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. മഹാനദി അറിയാം, ഒഡീഷയിലാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ഭക്രാനങ്കൽ ഡാം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ഭക്രാനങ്കൽ ഡാം ഏത് നദിക്ക് കുറുകെയാണ്? ഉത്തരം സത്ലജ്. സത്ലജ് പഞ്ചാബിലാണ് ഈ ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ രണ്ട് ഡാം ചേർന്നതാണ് നമ്മളതിനെ ഒരുമിച്ച് വിളിക്കുന്ന ഭക്രാനങ്കൽ ഡാം എന്ന്. ഭക്ര ഡാമുണ്ട്, നങ്കൽ ഡാമുണ്ട്. സോ അത് ഏത് നദിക്ക് കുറുകെയാണ്? സത്ലജാണ്. സത്ലജ് നദിക്ക് കുറുകെയാണ് ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ നഗരം ഏത് നദീതീരത്താണ്? അയോധ്യ നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സരയൂ. അടുത്ത ചോദ്യം, കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹുഗ്ലി. ഹുഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധികം തവണ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സാങ്പോ. സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം. ഉത്തരം ശിവസമുദ്രം. ശിവസമുദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? അടുത്ത ചോദ്യം, തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. ഭഗീരഥി നദി ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒരു നദിയുടെ 5 പോഷക നദികൾ ചേർന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. ഏത് നദിയാണ് അത്? ഇന്ത്യയിലെ ഒരു നദിയുടെ 5 പോഷക നദികൾ ചേർന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. ഉത്തരം സിന്ധു. അടുത്ത ചോദ്യം, താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ യമുന നദിയുടെ തീരത്താണ്. അടുത്ത ചോദ്യം, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഗംഗ. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം കൊയ്ന. കൊയ്നയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം,
ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. അടുത്ത ചോദ്യം, ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരെന്താണ്? ഗംഗാ നദി ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്മ എന്ന പേരിലാണ് ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ബീഹാർ സംസ്ഥാനത്തിലാണ് കോസി ജലവൈദ്യുത പദ്ധതി ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരാവതി നദിയുടെ ഉത്ഭവം ഏത് ജില്ലയിൽ നിന്നാണ്? ശരാവതി നദിയുടെ ഉത്ഭവം ഷിമോഗ ജില്ലയിൽ നിന്നാണ്. കർണാടകയിലെ ഷിമോഗ എന്ന ജില്ലയിൽ നിന്നാണ് ശരാവതി നദി ഉത്ഭവിക്കുന്നത്. പോങ് ഡാം അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പോങ് ഡാം അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബിയാസ്. ബിയാസ് നദിയിലാണ് പോങ് ഡാം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിമാചൽ പ്രദേശിലാണ്. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി? ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോൾ ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം സരസ്വതി. സരസ്വതി നദിയാണ് ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമായി ഇപ്പോൾ ഭൂമിക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചുവന്ന നദി. ഇന്ത്യയുടെ ചുവന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ് ഇന്ത്യയുടെ ചുവന്ന നദി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അടുത്ത ചോദ്യം, ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി. അപ്പോൾ നദികളുടെ പോഷക നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ നദികളുടെയും ഈ പറഞ്ഞ നദികളുടെ എല്ലാം പോഷക നദികൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ നദികളെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങളായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.